ഓക്കെ, നമുക്ക് എന്ത് നോക്കാം? നമ്മുടെ MMPC-01 ആയ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2023 വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം അതിലെന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, എല്ലാം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്കിൻ്റെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു 40 മാർക്കിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഓറൽസ് എല്ലാം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം എന്താണ് അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്നും കാണാം, ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ കിട്ടുന്നത് കാണുമ്പോൾ. ഇതായിട്ട് ഒരു ബന്ധവും കാണണമെന്നില്ല നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്, പക്ഷേ നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, there are സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. സെക്ഷൻ എയിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി, 20 മാർക്കിനാണ്. മാക്സിമം മാർക്ക് 100 കണ്ടില്ലേ. സെക്ഷൻ ബി 40 മാർക്കിനായിരിക്കും. അത് ഒരു കഥ പറഞ്ഞിട്ട് കഥയ്ക്കകത്ത് ഇത് ക്വസ്റ്റ്യൻ വരുന്ന സെറ്റപ്പാണ്. നമുക്ക് നോക്കാം എന്താണ് പരിപാടിയെന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗനൈസേഷൻ റിക്വയർ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ബട്ട് there are several challenges which management has to encounter for effectiveness. ഡയറക്റ്റായിട്ട് ചോദിക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ചില വാക്കുകൾ കട്ടെടുക്കണം. ചാലഞ്ചസ് വിച്ച് മാനേജ്മെൻറ്റ് ഹാസ് ടു എൻകൗണ്ടർ, അത്രയേ ഉള്ളൂ ഇതിലെ കഥയെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ചുമ്മാ തന്നേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ്റെ അകത്തും മാനേജ്മെൻറ്റ് നേരിടുന്ന ചലഞ്ചസ് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ ഉണ്ടാവേണ്ടത്. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു സംഭവമുണ്ട്. ഒരു നമ്മൾ കത്ത് എഴുതുമ്പോഴൊക്കെ ഉള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ്, ഒരു ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. ഈ ഒരു രീതിക്ക് പോകണം, എന്നാലും നമുക്ക് 20 മാർക്കിനൊക്കെ കൊണ്ട് എഴുതിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, മെയിൻ ബോഡി ഒരു 10 മാർക്കിന് വരും, ഇൻട്രോ ഒരു 5 മാർക്കിന് പോട്ടെ, കൺക്ലൂഷൻ ഒരു 5 മാർക്കിന് പോട്ടെ. ഓക്കെ, അപ്പോൾ ഇൻട്രയ്ക്കകത്ത് നമ്മൾ എന്ത് പറയും? ക്വസ്റ്റ്യൻ എന്തായിരുന്നു, മാനേജ്മെൻറ്റുകൾ നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇൻട്രയ്ക്കകത്ത് നമുക്ക് എന്താണ് മാനേജ്മെൻറ്റ് എന്തൊക്കെ, മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം അവിടെ എഴുതിക്കാം. പറ്റുമെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഡെഫിനിഷനോ, അപ്പം ഏറ്റവും എളുപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേരി പാർക്കർ പറഞ്ഞ ഡെഫിനിഷൻ എന്താ, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. പിന്നെ അവിടെ FW ടൈലർ എന്നും പിന്നെ ഹെൻറി ഫയോൾ പോലുള്ള പേരുകളൊക്കെ ആവശ്യമില്ലാതെ അവിടെ എഴുതി വെച്ചാൽ മതി. അല്ലാതെ കാണാൻ വിളിച്ച് എഴുതാനോ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഒന്ന് എഴുതി വെച്ച് ഒരു ഇൻട്രോ ഒരു 5 മാർക്കിന് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ നമ്മൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോകാം. 10 മാർക്കിന് എന്ത് എഴുതുക, ക്വസ്റ്റ്യൻ്റെ ഉത്തരം തന്നെ എഴുതുക. എന്താണ് മാനേജ്മെൻറ്റ് നേരിടുന്ന പ്രശ്നം, ഓരോ പ്രശ്നം എഴുതുന്നത് 10 മാർക്കിനല്ലേ, ഒരു മിനിമം ഒരു 10 പോയിൻ്റ് എഴുതുക. ഓരോന്നിനൊരു ഹെഡിങ് പോലെ, ഒരു സബ് ഹെഡിങ് പോലെ പോയിട്ട് അതിൻ്റെ അകത്ത് പറ്റുന്നൊരു ഡെഫിനിഷൻ പോലെ, ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ആൻസറിൽ അങ്ങനെ ഒരു 10 പോയിൻ്റ് എഴുതാൻ പറ്റിയാൽ നല്ലത്. 10 പോയിൻ്റ് വലിയ അത്ര റീസണബിൾ കാര്യമാവണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം ഒരു ഡീസൻ്റായിട്ട്. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ വേണ്ടത് ഇംഗ്ലീഷിൽ എഴുതാനുള്ള കഴിവാണ് കേട്ടോ, പഠിക്കുന്നതിനേക്കാൾ ഉപരി. കാര്യം പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 20 മാർക്ക് ആയതുകൊണ്ട്. എന്നിട്ട് അവസാനം കൊണ്ട് ഒരു 5 മാർക്കിന് കൺക്ലൂഷനും കൂടെ. അപ്പോൾ ഈ 5 മാർക്കിന് എത്ര എഴുതണം, 10 മാർക്കിന് എത്ര എഴുതണം, അല്ലെങ്കിൽ മൊത്തത്തിൽ 20 മാർക്കിന് എത്ര പേജ് എഴുതണം എന്നൊന്നും ആരുടെ കയ്യിലും കണക്കില്ല. നിങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ നോക്കാം. ഓക്കെ, ഒരു കാര്യം ഓർക്കേണ്ടത്, അഡീഷണൽ പേപ്പേഴ്സ് തരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് എഴുതുന്നതിൽ അർത്ഥമില്ല. എന്നാൽ നിങ്ങൾക്ക് ഇത് ഓക്കെയാണെന്ന് തോന്നുന്നു വരത്തില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതായിരിക്കണം. എന്താ പറയുക, ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കണം ആൻസർ എഴുതാൻ തരുന്നത്. അതിൽ ഒരു പേജ് മതിയാവും ഒരു 5 മാർക്കിന്. ഒരു പേജ് നിൽക്കുന്ന ഒരു വാല്യുബിൾ കണ്ടന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 20 മാർക്കിന് ഒരു 4 പേജൊക്കെ മതിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കോൺസെപ്റ്റിൽ പോവാം. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നതാണ്. അത്യാവശ്യം ഡീസൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യാനുള്ള പോയിൻറ്റുകളൊക്കെ അണ്ടർലൈനൊക്കെ ചെയ്ത് ഒന്ന് ഡീസൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ഇനഫ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. നിങ്ങളതായി നിങ്ങൾക്ക് പറയാം. ആൻഡ് യു ക്യാൻ ഡു വാട്ട് എവർ യു തിങ്ക് ഇറ്റ് ഇസ് റൈറ്റ്. ഓക്കെ, ഞാനൊന്നിലും പറയാൻ നിൽക്കുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്കസ് ദി നെസസിറ്റി ഓഫ് പ്ലാനിങ് ഫംഗ്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഡിസ്ക്രൈബ് ദ പ്രോസസ് ആൻഡ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ഇതിൻ്റെ അകത്ത് വളരെ ഡീസൻ്റായിട്ട് അവർ 20 മാർക്കിനൊക്കെ ഉള്ളൊരു സാധനമുണ്ട്. അതായത് എന്താണ് പ്ലാനിങ് എന്ന് പറയുക, പ്ലാനിങ്ങിൻ്റെ നീഡ്സ് എന്താണ്, എന്തിന് നമുക്ക് പ്ലാനിങ് എന്ന് പറയുന്ന സാധനം ബിസിനസ്സിൽ വേണം, ഒരു സാധാരണ മനുഷ്യന് എഴുതാൻ പറ്റുന്നതാണ്, ഒരു മിനിമം ബുദ്ധി ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന സാധനമാണ്. എന്തൊക്കെയാണ്, പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുകൾ ഒഴിവാക്കാം, പ്രശ്നങ്ങൾ ഒഴിവാക്കാം, കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിരിക്കാം, അങ്ങനെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ എഴുതാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. അപ്പോൾ എന്താണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, പ്രോസസ്സ് എഴുതുക, സ്റ്റെപ്സ് എഴുതുക. പ്രോസസ്സും സ്റ്റെപ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രോസസ്സ് തന്നെയാണ് സ്റ്റെപ്സും. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സ്റ്റേറ്റ് ചെയ്താൽ മതി,
എന്തൊക്കെ കാര്യങ്ങൾ പ്ലാനിങ്ങിൻ്റെ അകത്ത് ചെയ്യണം എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്താൽ മതി. സ്റ്റെപ്സ് പക്ഷേ പ്രോപ്പർ സീക്വൻസിലായിരിക്കണം എന്നുള്ളതുള്ള ആ ഒരു വ്യത്യാസം അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യുക. പ്രോസസ്സ് സ്റ്റെപ്പ് ഒന്നാണെങ്കിലും രണ്ടായിട്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അടുത്ത സ്റ്റെപ്പ് ഇതാണെന്ന് പറഞ്ഞ് പടമൊക്കെ വെച്ച് കാണിക്കുക. പ്ലാനിങ്ങിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. PDF ഞാനൊന്ന് ഓട്ടിച്ച് നോക്കുന്നുണ്ട് അടുത്ത വീഡിയോക്കകത്ത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സൊക്കെ ഒന്ന് വരച്ചൊക്കെ കാണിക്കുക. ഇതാണ് ഈ പ്രസൻറ്റേഷനാണ് ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അതിന് നമുക്ക് എന്താക്കി മാറ്റാം, ഈ ഒരു 20 മാർക്കിൻ്റെ ആൻസേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഓരോ ക്വസ്റ്റിനും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ്? ബ്രീഫ്ലി ഡിസ്കസ് ദ എസെൻഷ്യൽ ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ വിത്ത് എക്സാമ്പിൾസ്. അതൊരു വാലിഡ് പോയിൻ്റാണ്. ഓക്കെ, കൺട്രോളിംഗ് എന്താണ് എന്ന് എഴുതി തുടങ്ങണം. ഓക്കെ, എന്നിട്ട് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് പറയുന്നത് എന്താ, ഒരു ഗുഡ് കൺട്രോളിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ വേണം? കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരേണ്ട കാര്യം, നമ്മുടെ മാനേജ്മെൻറ്റകത്ത് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തുക എന്നുള്ളൊരു സംഭവമാണ്. അതായത് ഞാനിപ്പോൾ വിചാരിച്ചു എൻ്റെ ബിസിനസ് ഈ വർഷം ഒരു 1000 കോടി രൂപയുടെ കച്ചവടം നടത്തണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് എത്രയേ നടന്നുള്ളൂ, 900 കോടിയുടെ കച്ചവടമേ നടന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 100 കോടിയുടെ വ്യത്യാസം ആദ്യം കണ്ടുപിടിക്കുക. എത്ര എൻ്റെ വ്യത്യാസം ഉണ്ടായെന്ന് കണ്ടുപിടിക്കുക. ഞാൻ പ്ലാൻ ചെയ്തതിൽ നിന്നുണ്ടായ വ്യത്യാസം ഉണ്ടല്ലോ, ഇതെന്തുകൊണ്ടുണ്ടായി, ഇനി ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം, ഇത്രയും കണ്ടെത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റിൻ്റെ അകത്ത് കൺട്രോളിങ്. ആ ഒരു തെറ്റ് തിരുത്തുക എന്നുള്ള പ്രോസസ്സാണ് കൺട്രോളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ചെയ്യാതെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ വിചാരിക്കുന്ന കൺട്രോളിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എടുത്തു കളയരുത്. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് കൺട്രോളിങ്ങിൻ്റെ പ്രത്യേകത? അത് പ്ലാനിങ്ങിൻ്റെ അവസാനം വരുന്ന സ്റ്റെപ്പാണ്. അത് പ്ലാനിങ്ങിലേക്ക് തന്നെ നയിക്കുന്നതാണ്. നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ തെറ്റ് തിരുത്താനും എന്തുകൊണ്ട് തെറ്റ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന സാധനമാണ്. അങ്ങനെയൊക്കെ കുറേ എഴുതണം. പിന്നെ ഒരു ഗുഡ് കൺട്രോളിങ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവണം, ഒരു ഉദാഹരണം ഞാൻ പറയാം, വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് റിയലിസ്റ്റിക് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എന്താണ്, എൻ്റെ കൺട്രോളിങ് സിസ്റ്റം ഈ വർഷം, അതായത് ഞാൻ ഇപ്പോൾ ഇന്ന് തുടങ്ങിയതൊരു ബിസിനസ്, എൻ്റെ ഈ വർഷം 100 കോടിയുടെ കച്ചവടം നടത്തണമെന്ന് വിചാരിച്ചാൽ നടപ്പില്ലാത്ത കാര്യമായിരിക്കും അല്ലേ. പകരം എന്ത് ചെയ്യണം, എൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോഴേ, നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോളിങ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിരിക്കണം, ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ തലത്തിലുള്ള മറ്റ് ബിസിനസ്സുകൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ പോരെ എനിക്ക്. അല്ല അതിൽ കൂടുതലൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ല, വലിയ ഡിഫറൻസ് ഉണ്ടായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവിടെ ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന റിയലിസ്റ്റിക് ആയില്ലെങ്കിൽ കൺട്രോളിങ് സിസ്റ്റം എന്താവും, മോശമാവും. അതിന് ഉദാഹരണമൊക്കെ ഒരു കഥയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ 900,000-ൻ്റെ പോലെ വലിയൊരു കഥയൊക്കെ പറഞ്ഞ് എക്സാമ്പിളും കൂടെ സ്റ്റേറ്റ് ചെയ്താൽ 20 മാർക്കിനുണ്ട് അവിടെ എഴുതാൻ. ഓക്കെ, പിന്നെ അതാണ് പറഞ്ഞത്, നമ്മുടെ ഒരു അപ്രോച്ചിലാണ് 20 മാർക്ക് കിടക്കുന്നത്, അല്ലാതെ ഈ പറഞ്ഞ ആൻസറിൻ്റെ അകത്ത് 20 മാർക്ക് എഴുതാൻ കാണണമെന്നില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ആൻഡ് ഡിസ്കസ് എനി 2 തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് റെലവൻസ് ഇൻ പ്രസൻറ്റ് ഡേ കോണ്ടെക്സ്റ്റ്. ഒരുപാട് മോട്ടിവേഷണൽ തിയറീസ് ഉണ്ട്. ഏറ്റവും കൺവെൻഷനായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ നിൽക്കുന്ന 2 സാധനങ്ങളൊന്ന് പറയുകയാണ്. ഒന്നെന്താണ്, നമ്മുടെ മാസ്ലോയുടെ തിയറി, എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി തിയറി ഉണ്ട്. ഹൈറാർക്കി തിയറി ഉണ്ട്. അതേപോലെ എന്തുണ്ട്, നമ്മുടെ ഹെർസൻബർഗ് എന്നുള്ളൂ, ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്. വളരെ കോമൺ ആയിട്ട് പറയുന്ന 2 സാധനമാണ് ഈ മാസ്ലോസിൻ്റെ ഹൈറാർക്കി തിയറിയും ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയും. മാസ്ലോ ഹൈറാർക്കി തിയറി പറയുന്നതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഓരോ മനുഷ്യനും അയാളുടെ ആവശ്യങ്ങളുണ്ട്. ഓക്കെ, അയാളുടെ ആവശ്യങ്ങൾക്കൊരു പിരമിഡ് പോലത്തെ ഒരു ഹൈറാർക്കി ഉണ്ട്. അതിൽ ഈ താഴെത്തട്ടിലെ ആവശ്യം നേടിയെടുക്കാതെ അയാൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കില്ല, അയാളെ മുകളിലുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കില്ല. അത് നേടിയെടുക്കാതെ അതിൻ്റെ മുകളിലുള്ള കാര്യത്തിനെക്കുറിച്ച് അയാൾ ചിന്തിക്കത്തില്ല. അപ്പോൾ ഒരാളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഏത് ലെവൽ ഓഫ് പിന്നെ നീഡ് അച്ചീവ് ചെയ്ത് നിൽക്കുകയാണെന്ന് അറിയണം. ഏറ്റവും താഴത്തെ ബേസിക് നീഡ്, ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് പറയുമ്പോൾ ഭക്ഷണം കിട്ടണം, വെള്ളം കിട്ടണം, അല്ലെങ്കിൽ താമസിക്കാൻ സ്ഥലം കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ ബേസിക് നീഡ് മാത്രം അച്ചീവ് ചെയ്ത്, അയാളിപ്പോൾ അത് അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരാൾക്ക് അയാളുടെ ഇപ്പോഴത്തെ ജീവിത സ്ഥിതിയിൽ ഈ പറഞ്ഞ ബേസിക് നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്ത് കൊടുത്താൽ മതി, ഈ ബേസിക് നീഡൊക്കെ അയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയാൽ മതി. ഇനി പോട്ടെ, അയാൾ ബേസിക് നീഡെല്ലാം നേടിയെടുത്ത ഒരു മനുഷ്യനാണ്, പക്ഷേ അയാൾക്ക് സമൂഹത്തിൽ വലിയ വിലയോ അല്ലെങ്കിൽ ഈ 4 ആൾ കാണുമ്പോൾ ഒന്ന് നീ ഇന്ന ആളാണല്ലോ എന്നൊരു തിരിച്ചറിയുക, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. സോഷ്യൽ നീഡുകൾ സാറ്റിസ്ഫൈഡ് അല്ല അയാൾ. ബേസിക് നീഡ് പക്ഷേ അയാൾക്ക് തൽക്കാലം ജീവിച്ചു പോകുന്ന സാധനമൊക്കെ ഉണ്ട്, എന്നാൽ നല്ല സാമൂഹിക ബന്ധമോ അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോൾ ചോദിക്കും, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്ത് കൊടുത്താൽ മതി, അയാൾക്ക് ആ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ കൊടുത്താൽ മതി.
ഇനി ചില ആൾക്കാരുണ്ട് ഈ പറഞ്ഞ രണ്ടും ഓക്കെയാണ് അവർക്ക്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ അവർക്ക് എന്ത് വേണം, കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട ജീവിതം, ഒരു നമ്മുടെ സൊസൈറ്റിയിലെ ഹൈ ലെവൽ, ഒരു എസ്റ്റീം ലെവൽ ജീവിതം വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ. പക്ഷേ അവർക്ക് അത് കിട്ടിയാൽ സാറ്റിസ്ഫൈഡ്, അവരുടെ നീഡ് അതാണ്. അങ്ങനെയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്ത് കൊടുക്കണം, എസ്റ്റീം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഈ കമ്പനികൾ ചില എംപ്ലോയീസിന് കാറൊക്കെ കൊടുക്കത്തില്ലേ? എന്തിനാണ് ഈ കാറ് കൊടുക്കുന്നത്? അവർക്ക് ഒരു ബേസിക് നീഡ് നേടിയെടുക്കണമെന്നല്ല അവരുടെ ആവശ്യം, അവർക്കൊരു എന്ത് കിട്ടണം, ഒരു സമൂഹത്തിലൊരു ഹയർ ലെവൽ ആൾക്കാരായി തീരണം. ഇനി വേറെ ചിലരുണ്ട്, ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വേണ്ടത് എന്താണ്, സെൽഫ് ആക്ച്വലൈസേഷൻ. അവർക്ക് സംതൃപ്തി കിട്ടണം ആസ് എ ഹ്യൂമൻ ബീൻ, ആസ് എ പ്രൊഫഷണൽ. അവരുടെ വർക്കിൽ ഒരു ഹയർ ലെവലിൽ എത്തിയെന്ന് അവർക്കൊരു സംതൃപ്തി കിട്ടണം. ചില ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ ഈ ചില അധ്യാപകരൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചറിയാം. അവരുടെ നീഡെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പൈസ കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടണമെന്നോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഈ പിള്ളേർ ഒരുപാട് രക്ഷപ്പെടുന്നു, അവർ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ രക്ഷപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നു, ഇല്ലെങ്കിൽ വലിയ വലിയ നിലയിലെത്തി അവരുടെ സ്റ്റുഡൻസ് അവരെ തിരിച്ചറിയുന്നു, അതിലൊക്കെ ആയിരിക്കും അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ മനുഷ്യൻ്റെയും നീഡ്, അയാളെ നീഡിന് ഇതേപോലെ ഒരു ഹൈറാർക്കി ഉണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്യാം, അയാളെ മോട്ടിവേറ്റ് ചെയ്യാമെന്നാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. ഇനി ഹെർസ്ബർഗ് പറയുന്നത് എന്താ അറിയോ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതൊരു സാധാരണ ഓർഗനൈസേഷൻ്റെ അകത്തും ഒരു എംപ്ലോയിക്ക് 2 ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് കാണും. ചില കാര്യങ്ങൾ അയാളെ ആ ജോലിയിൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രചോദനം കൊടുക്കുന്നതായിരിക്കും. എന്നാൽ മറ്റ് ചിലത് എന്താണ്, അയാളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. അയാൾക്ക് ആ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും ആ ബിസിനസ്സിൽ നിലനിൽക്കാൻ ഇഷ്ടം തോന്നാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഇയാളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ടോ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കൂടുതൽ അയാൾക്ക് നേടിക്കൊടുക്കുക, ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളെ അവോയ്ഡ് ചെയ്യുക. അതാണ് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി പറയുന്നത്. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ഷോർട്ട് നോട്ട്. ഈ ഷോർട്ട് നോട്ടിലൊക്കെ നമ്മൾ പെട്ടുപോകുന്ന കാര്യം ഒന്നും ചെയ്യാനില്ല, കറക്റ്റ് ഉത്തരവൊക്കെ എഴുതിയേ പറ്റത്തുള്ളൂ. ഇനി 3 ആണ് അവർ ചോദിക്കുന്നത്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 3 എണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്? എനിക്ക് പറഞ്ഞൂടാ, അവർ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുകൂടായിരിക്കും, അത് വേറെ കാര്യം. 18 ആയിരുന്നെങ്കിൽ 6 എന്ന് പറയാം. 6.67. ഓക്കെ, അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയട്ടെ. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ എഴുതാം, അത്യാവശ്യം നല്ലപോലെ എഴുതാമെന്നുള്ളതാണ്. ഇത് റോൾ ഓഫ് കൾച്ചർ ഇൻ ഓർഗനൈസേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ. നമുക്കൊരു ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ടാകുന്നതിൻ്റെ ഗുണം എന്താണ് അതെനിക്ക് നല്ലപോലെ അറിയാം. കാര്യം ഞാനിപ്പോൾ ആദ്യം ഒരു കണ്ടൻറ് റൈറ്ററായിട്ട് ഞാൻ 3 ടൈപ്പ് സ്ഥലത്ത് ജോലി ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞത്. കണ്ടൻറ് റൈറ്ററായിട്ട് ഞാൻ ഓൺലൈൻ ജോലി ചെയ്തിട്ടുണ്ട്. അതേസമയം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടൻറ് റൈറ്ററല്ല, പല ജോലികൾ ഒരു ഓഫീസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ്, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലും അവർ എംപ്ലോയിനെ ട്രീറ്റ് ചെയ്യുന്നതും തമ്മിൽ ബന്ധപ്പെടുന്നതൊക്കെ വ്യത്യസ്തമായ രീതികളിൽ കൾച്ചറുകൾ വ്യത്യാസമാണ്. അപ്പം അങ്ങനെ പക്ഷേ അതൊരു കാര്യം പറഞ്ഞാൽ ഓൺലൈനിൽ അവർ എന്നാണ് ഇതിൻ്റെ ചെയ്തിരുന്നത്, അതവിടെ ഓൺലൈൻ അത്യാവശ്യമാണ്. പക്ഷേ അതേ സാധനം ഞാൻ ഓഫ്ലൈനിൽ കോണ്ടൻറ് റൈറ്ററായിട്ട് ജോലി ചെയ്യുമ്പോൾ കൊണ്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഞാനൊരു ടീച്ചിങ് എന്നൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ അവിടെ എൻ്റെ അടുത്ത് ആ ഒരു കൾച്ചറിൽ അവർ പെരുമാറത്തില്ല. എന്തുകൊണ്ടാണ്? ഓരോ സിറ്റുവേഷനും ഓരോ ടൈപ്പ് ഓഫ് ജോബിനും വേണ്ടത് ഓരോ കൾച്ചറാണ്. അപ്പോൾ എന്താണ് ആ കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ അത് മാറണമെന്നൊക്കെ ഉള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ സ്ട്രാറ്റജി ടു ഓവർകം റെസിസ്റ്റൻസ്. ഐ തിങ്ക് മാനേജ്മെൻറ്റിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസിൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. സെമാൻറ്റിക്സ് മീൻസ് നമ്മളിതിൻ്റെ അകത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്താണ് സെമാൻറ്റിക് ബാരിയേഴ്സിനെ കുറിച്ച്. ലാംഗ്വേജ് റിലേറ്റഡ്, ലാംഗ്വേജിൻ്റെ മീനിങ്ങിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന റോങ് കമ്മ്യൂണിക്കേഷനാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. സെമാൻറ്റിക് സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്. ഹാത്രോൺ സ്റ്റഡീസാണ് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടന്നിട്ടുള്ളത്. എന്തിനെക്കുറിച്ച്? നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സയൻറ്റിഫിക് ആപ്ലിക്കേഷനെ കുറിച്ച് നടന്നൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് എടുത്ത് പറയാനുള്ള, സാധാരണ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളൊരു സാധനം കൂടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സ്റ്റേണൽ മീൻസ് നമ്മൾ സാധാരണ കാണുന്ന റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനി അവരുടെ അകത്തുള്ള ആൾക്കാരെ തന്നെ ഹയർ പൊസിഷനിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആൾക്കാരെ പെർമനൻറ്റ് സ്റ്റാഫ്സ് ആക്കുന്നു. അങ്ങനെ ഇൻറ്റേർണലി നടത്തുന്ന ഹയറിംഗ് ആണ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിനാണ് ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. അതല്ലാത്ത ബാക്കി എല്ലാം എന്താണ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് ആണ്. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം. സെക്ഷൻ ബിയിൽ ആദ്യം ഞാൻ നോക്കുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കട്ടെ. കാര്യം സെക്ഷൻ ബി 40 മാർക്കിൻ്റെ ആണല്ലോ. എ ബി 2 ക്വസ്റ്റ്യൻ, 20 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. അമ്മേ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അധികമൊന്നുമില്ല ക്വസ്റ്റ്യൻ പേപ്പർ. 8 പേപ്പർ ഉണ്ടെങ്കിലും അത് ഈ ലൈൻ സ്പേസിങ്ങിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ 8 പേപ്പറൊന്നും വരേണ്ട സാധനമില്ല.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഥ വായിച്ചിട്ട് തന്നെ എഴുതുക. കഥ വായിക്കാതെ മുന്നോട്ട് പോകാൻ ദയവ് ചെയ്ത് നിൽക്കരുത്. കഥ വായിച്ചിട്ട് തന്നെ എഴുതുക. മാക്സിമം മനസ്സിലാക്കാൻ നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കിയാണ്. ഐഡൻറ്റിഫൈ ദ കോർ ഇഷ്യൂ ഇൻ ദ കേസ് ഇഫ് യു വെയർ ദ മാനേജർ സജസ്റ്റ് ദി മെഷേഴ്സ് ടു റിസോൾവ് ദ ഇഷ്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്വന്തമായിട്ട് ഒന്നും എഴുതാൻ പറ്റത്തില്ല. കഥ വായിച്ചേ പറ്റുമോ. അപ്പോൾ സമയമുണ്ട്, ശാന്തമായിരുന്നു ഈ കഥ ഒന്ന് വായിക്കാം. എവിടെയാ? ഓക്കെ, ഓൺ ദ ഈവ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് മിസ്റ്റർ സെൻ ഗുപ്ത. അപ്പം ഓർക്കുക, സെൻ ഗുപ്ത എന്ന് പറഞ്ഞ മനുഷ്യൻ റിട്ടയർ ആവാൻ പോവുകയാണ്. അയാൾ ആരായിരുന്നു? എന്തായിരുന്നു? പ്രഷ്യസ് മെറ്റൽസിൻ്റെ CEO ആണ്. A farewell party was arranged by the staff of the company. Many senior managers paid tribute to the outstanding role played by Mr. Sen Gupta in bringing the company to its present position. Okay. After the party was over, Mr. Sen Gupta took aside two of his brilliant and favorite managers, Vijay Joshi and Ashok Mitra. അപ്പോൾ പാർട്ടി നടന്നു. പാർട്ടി തീർന്നപ്പോൾ നമ്മുടെ കഥാനായകൻ സെൻഗുപ്ത അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സായ 2 പേരെ ഒന്ന് വിളിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് എന്തോ സംസാരിക്കുകയാണ്. ഹി ടോൾഡ് ദം കോൺഫിഡൻഷ്യലി, അതായത് രഹസ്യമായിട്ട് പറഞ്ഞു. എന്താണ്? ദാറ്റ് though he was retiring from the post of CEO, the chairman Farooq Rani had told him that he would now be inducted on the board of directors, as his experience with the company would be invaluable in the future also. അപ്പോൾ നമ്മുടെ സെൻഗുപ്ത അമ്മാരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? 2 ബ്രില്യൻ്റ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരുമായ 2 മാനേജേഴ്സിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ CEO സ്ഥാനം പിന്നെ റിസൈൻ ചെയ്തൊക്കെ ഇറങ്ങി എന്നുള്ള സത്യമാണ്, പക്ഷേ ഞാൻ ബോർഡിൽ തുടരും. കാര്യം ഇയാൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ he asked the 2 managers to continue meeting him from time to time and to keep him informed of the happening of. അപ്പം ഈ കമ്പനിയിൽ ചാരപ്പണി ചെയ്യാൻ വേണ്ടി ഇവന്മാരെ ഏൽപ്പിക്കുകയാണ്. 2 മാനേജേഴ്സിനെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സമയാസമയം എന്താ സംഭവിക്കുന്നത് എന്നെ ഒന്ന് അറിയിക്കുക എന്ന് പറയാണ്. He asked them to provide information about the way the new designated CEO, Mr. Saxena. അപ്പോൾ സെൻഗുപ്ത പോയി പുതിയ ആളാരാണ്? സക്സേന എങ്ങനെയാണ് കമ്പനി കൊണ്ടുപോകുന്നതെന്ന് എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. വന്നിട്ട് സെൻഗുപ്ത അപ്പോൾ 1 മാസം കഴിഞ്ഞ് സെൻഗുപ്തയെ കാണാൻ നമ്മുടെ ചാരന്മാരെത്തിയാണ്. ചാരന്മാർ പറയുന്നു, they told Sengupta that soon after he left Precision Metals, things started deteriorating and the internal environment was no more what it was used during his days. While Joshi is a serene person, Mitra is more volatile. ഇവിടെ ആ 2 പേരുടെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. നമ്മുടെ ജോഷി ഒരു സെറിനായിട്ടുള്ള പേഴ്സൺ, ഒരു വലിയ ആട്ടവും ബഹളവും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആൻഡ് ദ സെയിം ടൈം നമ്മുടെ മിത്ര എന്ന് പറയുന്നത് അത്യാവശ്യം ചാഞ്ചാട്ടമുള്ള മനുഷ്യനാണ്. മറ്റേ പുള്ളിയെ പോലെ അനക്കമില്ലാത്ത മനുഷ്യരൊന്നുമില്ല. അത്യാവശ്യം സമയം കിട്ടിയ കാലുവാരുമായിരിക്കണം, അതായിരിക്കും അങ്ങനെ ഉദ്ദേശിച്ചത്. മിത്ര ഒരു കുഴപ്പക്കാരനാണ്. ഹീ ഈസ് ഓൾസോ അഡിക്റ്റഡ് ടു ലിക്കർ എന്നാണ് പറയുന്നത്. ഓൺ ദാറ്റ് ഡേ ഹി വാസ് ഇൻ ഹിസ് എലമെൻറ്റ് ആൻഡ് ഹി ടോൾഡ് Sengupta that CEO Saxena had started inducting employees from his clan irrespective of their merit. അപ്പം നമ്മുടെ സക്സേനയെ കുറിച്ച് ആര് പറയാണ്? നമ്മുടെ മിത്ര പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾക്ക് വേണ്ടപ്പെട്ടവരെ വലിയ വലിയ ജോലികളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പിലേക്ക് അയാൾ നീങ്ങുകയാണ്. അത്ര ശരിയായിട്ടുള്ള പരിപാടിയല്ല. He did not consult Mitra in the matters of recruitment in spite of his being a manager. HR ജോഷി remained quietly, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് മിസ്സിംഗ് ആണ് കേട്ടോ. Joshi remained quiet on any controversial issue and did not say anything derogatory against CEO Saxena. A couple of days after the incident, CEO Saxena summoned the 2 managers into his chamber and interrogated them regarding. അപ്പോൾ നമ്മുടെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ആര് ഈ കാര്യം അറിഞ്ഞു? നമ്മുടെ പുതിയ CEO അറിഞ്ഞു. ഇവന്മാർ ചാരപ്പണി ചെയ്യാനെന്നുള്ള കാര്യം ഇവന്മാർ അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇവനെ വിളിച്ചു വരുത്തി. ഇവരുടെ ക്യാബിനിലേക്ക് മാനേജർ CEO വിളിച്ചു വരുത്തിയിട്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെന്ന് പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒരാൾ ഇറങ്ങി, മറ്റേ ആൾ വന്നു. ഒരാൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത ആളെ മറ്റേ ആൾ വിളിച്ച് ചീത്ത വിളിക്കുന്നു. അപ്പോൾ this Saxena said that his information was authentic because that is why Mrs. Gupta told. നമ്മളിവിടെ കഥ വിട്ടുപോയി. എവിടെയാണ് നമ്മൾ നിർത്തിയത്? Both Mitra and Joshi apologized to CEO and said they would not repeat such things in future, but they remarked that his information was a highly distorted version of what they told Sengupta. Upon this, Saxena said that his information was authentic because this was what Mrs. Sengupta told Mrs. Saxena during their meeting. Okay, അപ്പോൾ ഇവിടെ ചതി നടന്നത് മനസ്സിലായോ?
നമ്മുടെ ഇപ്പോഴത്തെ സിഇഒയുടെ ഭാര്യയും പഴയ സിഇഒയുടെ ഭാര്യയും കൂടെ ഏതോ ഒരു പാർട്ടി വെച്ച് കണ്ടുമുട്ടി. അവരവിടെ വെച്ചാണ് നിൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനൊരു കാര്യം നിൻ്റെ കമ്പനിയിലെ തന്നെ എംപ്ലോയീസ് ഇങ്ങനെ വന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. He told that he believed more in his life partner than just two junior colleagues like them. After this incident, Saxena was quite hostile to Mitra and somewhat less hostile to Joshi, because some time later Joshi spoke to Saxena and confessed that while he remained quiet, Mitra had actually blamed Saxena during the episode. Now both Mitra and Joshi started looking for a job outside. Being highly merited, they were able to secure better jobs outside and soon resigned. From Precious Metals, Saxena accepted the resignation of Mitra readily but pursued Joshi. അപ്പോൾ വീണ്ടും ഓർക്കുക, ജോഷി മിത്രയുടെ പ്രത്യേകത ഓർക്കുക. നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഓക്കെ ഓക്കെ. ജോഷി വലിയ അനക്കമൊന്നും ഇല്ലാത്ത ആളെന്നും ഈ മിത്ര ഒരു കള്ളുകുടിയനും വായി തോന്നിയെ കുളിച്ച് പറയുന്ന ഒരാളാണെന്നുള്ള രീതിക്ക് നമ്മൾ നേരത്തെ പ്രസൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കഥയുടെ അവസാനം സംഭവിക്കുന്നത് എന്താണെന്നുണ്ടോ? ഇവിടെ നമ്മുടെ മിത്രയും ജോഷി ഒരുമിച്ച് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മിത്രേൻ്റെ പറഞ്ഞ് ചവിട്ടി വെളി കളഞ്ഞു. പക്ഷേ ജോഷീൻ എന്ത് ചെയ്തു? ജോഷീൻ്റെ അടുത്ത് പറഞ്ഞു, ജോഷി ടു റിമെയിൻ വിത്ത് ദം ലുക്കിംഗ് ടു ഹിസ് സോബർ ടെമ്പർമെൻറ്റ് ആൻഡ് ഹൈ വാല്യൂ ഓഫ് ദ കമ്പനി. ഇപ്പോൾ ജോഷി പറഞ്ഞു ഞാൻ നിൽക്കാം, പക്ഷേ എനിക്ക് എന്താണ് ഹൈ സാലറി വേണം. അത് അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ കഥ ചെന്ന് അവസാനിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ശരിക്കുള്ള ഇഷ്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ മാനേജർ നിങ്ങളായിരുന്നെങ്കിൽ ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തെങ്കിൽ എന്നതാണ് ചോദ്യം. ഇവിടെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഫോർമലായിട്ട് പ്രോപ്പറായുള്ള ചാനലിൽ കൂടെ എന്ത് ചെയ്യാതിരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പലർക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഓൾഡ് സിഇഒയും നമ്മുടെ ചെയർമാൻ അല്ലല്ലോ, ഡയറക്ടേഴ്സ് ബോർഡ് അംഗവുമായ ആൾക്ക് എന്തറിയണം, ഇപ്പോഴത്തെ വർക്കിംഗ് എങ്ങനെയെന്ന് അറിയണം. അതിനൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അയാൾക്ക് ഈ വെറും സാധാരണക്കാരായ ആൾക്കാരെ കൊണ്ട് ഇതേപോലെ ഇൻഫോർമലായിട്ട് അവരിൽ നിന്ന് ഇൻഫർമേഷൻ ശേഖരിക്കാൻ നിന്നപ്പോൾ പറ്റിയൊരബദ്ധമാണ് ഒരാളുടെ വായിൽ നിന്ന് ഇങ്ങനെ എന്തോ വളരെ മോശമായൊരു ഡേറ്റ കിട്ടിയെന്നുള്ളത്. ഇത് ഒഴിവാക്കാൻ വളരെ ഫോർമലായിട്ടുള്ള എന്ത് ചെയ്യാം, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഇതൊക്കെയാണ് ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യം കടന്നു പോകും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്തു പോവാം. താങ്ക് യു ഓൾ.